സ്വാഗതം ടോപ് 10ലേക്ക്. യൂറോപ്യൻ യൂണിയനുമായുള്ള നമ്മുടെ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നു. ആഗോള വ്യാപാര രംഗത്ത് നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന നിർണായക ചുവടുവയ്പ്പാണിത്. അമേരിക്കൻ വിപണിയിലെ നികുതി വർധനവിലൂടെ ട്രംപ് തന്ന പണിക്കും ചൈനയെ അമിതമായി ആശ്രയിക്കുന്നതിനുമൊക്കെ പരിഹാരമാകും. കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും തുറന്നു കിട്ടുന്നതോ യൂറോപ്പ് എന്ന വലിയ വിപണി. യൂറോപ്പിൽ നിന്നുള്ള 96% ഉൽപ്പന്നങ്ങൾക്കും തീരുവയില്ല. അതിനാൽ ഉൽപ്പന്നങ്ങളുടെ വിലയും കുറയും. പ്രധാനമന്ത്രി പറയും പോലെ ഇത് കരാറുകളുടെ മാതാവല്ലാതെ പിന്നെ എന്താണ്? ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി തന്നെ നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. ചരിത്രമെഴുതി ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. മദർ ഓഫ് ഓൾ ഡീൽസ്, ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര ഇടപാടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്ര മുഹൂർത്തമെന്ന യൂറോപ്യൻ യൂണിയൻ പ്രതിരോധ സുരക്ഷാ കരാറും ഒപ്പുവെച്ചു. യൂറോപ്യൻ നിർമ്മിത കാറുകൾക്കും മരുന്നുകൾക്കും ഉൾപ്പെടെ വില കുത്തനെ കുറയും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ്. ജയിച്ച കൗൺസിലർമാരിൽ ചിലർക്ക് ഇളവ് നൽകും. ശബരിനാഥൻ സ്ഥാനാർത്ഥിയാകും. വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ മത്സരിക്കും. എം ഹസൻ അരുവിക്കരയിലെന്ന് സൂചന. പാലക്കാടും തൃപ്പൂണിത്തറയും ഒഴികെ 19 ഇടങ്ങളിൽ സിറ്റിംഗ് MLA-മാർ മത്സരിക്കാൻ തീരുമാനം. CPM-ലേക്കെന്ന വാർത്ത തള്ളി ശശി തരൂർ. ചർച്ച നടത്തിയെന്ന വാർത്ത നിഷേധിച്ച് MA യൂസഫലി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം നൽകാത്തതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ വിമർശിച്ച് ഹൈക്കോടതി. പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് പൊതുജനത്തിന് സംശയമുണ്ടാക്കുമെന്ന് കോടതി. PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്തു. പോറ്റിക്കെതിരെ റിയൽ എസ്റ്റേറ്റ്, ചെക്ക് തട്ടിപ്പ് പരാതികളിൽ കേസെടുക്കാൻ നീക്കം. സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭാ കവാടത്തിൽ സത്യഗ്രഹവുമായി UDF. ആസിഡ് ആക്രമണങ്ങളിൽ കർശന നടപടി വേണമെന്ന് സുപ്രീം കോടതി. ഇരകൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും പ്രതിക്ക് അസാധാരണ ശിക്ഷ നൽകണമെന്നും കോടതി. നിയമനിർമ്മാണം നടത്തണം. പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടി ഇരയ്ക്ക് നഷ്ടപരിഹാരം നൽകിക്കൂടെയെന്നും കോടതി. പയ്യന്നൂർ CPM ഫണ്ട് തട്ടിപ്പിൽ നിയമസഭയിൽ പ്രതിപക്ഷ ഇറങ്ങിപ്പോക്ക്. പുറത്തുവന്നത് CPM-ന്റെ ജീർണതയെന്ന് പ്രതിപക്ഷം. CPM-ന്റെ അക്രമ രാഷ്ട്രീയം സഭയിൽ ഉന്നയിച്ച് VD സതീശൻ. നയപ്രഖ്യാപന വേളയിലെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുള്ള ഗവർണറുടെ കത്തിന് മറുപടി നൽകില്ലെന്ന് സ്പീക്കർ AN ഷംസീർ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. SIR, BBG റാംജി ബിൽ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം. കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1-ന്, സംസ്ഥാന ബജറ്റ് മറ്റന്നാൾ. വിജയ് ചിത്രം ജനനായകന് തിരിച്ചടി. റിലീസിന് അനുമതി നിഷേധിച്ച് മദ്രാസ് ഹൈക്കോടതി. നടപടി സെൻസർ ബോർഡ് അപ്പീലിൽ. സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റ് നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കി. സന്തോഷ് ട്രോഫിയിൽ വിജയക്കുതിപ്പ് തുടർന്ന് കേരളം. ഒഡീഷയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്തു. ഇന്ത്യ ന്യൂസിലാൻഡ് 4ാം T20 നാളെ വിശാഖപട്ടണത്ത്. ഫോർമുല 1 ഇതിഹാസ താരം മൈക്കൽ ഷൂമാക്കറുടെ ആരോഗ്യനിലയിൽ പുരോഗതി. നിവർന്നിരിക്കാനും വീൽചെയറിന്റെ സഹായത്തോടെ സഞ്ചരിക്കാനും സാധിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഡോക്ടർമാർ. പ്രതിഷേധം, ശമ്പള പരിഷ്കരണം, DA കുടിശ്ശിക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച്. ഇന്ന് ആശുപത്രികളിൽ ലഭിച്ചത് അടിയന്തര ചികിത്സ മാത്രം. സ്റ്റോറി ഓഫ് ദി ഡേ: അതിർത്തി കടന്ന അഭിനയ പ്രതിഭ. രണ്ട് പതിറ്റാണ്ടോളം നീണ്ട ചർച്ചകൾ ഫലം കണ്ടു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറായി. മോദി പറയും പോലെ ഇത് പുതുചരിത്രമാണ്. യൂറോപ്പിൽ നിന്നുള്ള 96% ഉൽപ്പന്നങ്ങൾക്കും തീരുവയില്ല. അതിനാൽ ഉൽപ്പന്നങ്ങളുടെ വില നന്നേ കുറയും. ഇന്ത്യക്ക് തുറന്നു കിട്ടുന്നതാകട്ടെ വലിയ വിപണി സാധ്യതയും. വാണിജ്യരംഗത്തെ മാറ്റങ്ങൾക്കൊപ്പം പ്രതിരോധ സഹകരണ മേഖലയിലും ഈ കരാർ വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും. ഒരു ചരിത്ര നിമിഷത്തിനാണ് ഇന്ന് ഡൽഹി സാക്ഷ്യം വഹിച്ചത്. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും അമേരിക്കയുടെ ശക്തമായ എതിർപ്പും മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ ഒരുമിച്ച് ചേർന്ന് യാത്ര ആരംഭിച്ചിരിക്കുന്നു. 200 കോടി ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഏറ്റവും നിർണായകമായ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായി. പുതുയുഗത്തിന് തുടക്കം കുറിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
ഇന്ത്യയുമായുള്ള മദർ ഓഫ് ഓൾ ഡീൽസ് യാഥാർത്ഥ്യമാവുകയാണെന്ന് പറഞ്ഞാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് കരാറിനെ സ്വാഗതം ചെയ്തത്. ഒരു വ്യാപാര കരാർ എന്നതിനപ്പുറം രാജ്യത്തിന്റെ സമൃദ്ധിയുടെ ബ്ലൂ പ്രിന്റാണ് കരാർ എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആഗോള GDPയുടെ 25% ആഗോള വ്യാപാരത്തിന്റെ 1/3 ഈ കരാർ പ്രതിനിധാനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. यूरोपियन यूनियन के लीडर्स भारत के गणतंत्र दिवस समारोह में मुख्य अतिथि के रूप में शामिल हुए. आज एक और ऐतिहासिक अवसर है जब विश्व की 2 सबसे बड़ी लोकतांत्रिक शक्तियां വ്യാപാര കരാർ കൂടാതെ യുക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യയിലെയും ഇന്തോ പസഫിക് മേഖലകളിലെയും നിലവിലെ സാഹചര്യങ്ങൾ എന്നിവയും ഉച്ചകോടി ചർച്ച ചെയ്തു. ഭീകരവാദത്തെ തടയാനും സമുദ്ര സുരക്ഷയ്ക്ക് ഒന്നിച്ചു പ്രവർത്തിക്കാനും ധാരണയായി. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം തന്നെ സംബന്ധിച്ച് വ്യക്തിപരമാണെന്ന് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ പറഞ്ഞു. താൻ ഒരു വിദേശ ഇന്ത്യൻ പൗരനാണെന്നും തന്റെ പിതാവിന്റെ കുടുംബം ഗോവയിൽ നിന്നാണെന്നും അതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും കോസ്റ്റ പറഞ്ഞു. I'm the president of the European Council, but I'm also an overseas Indian citizen. I'm very proud of my roots in Goa, where my father's family came from. And the connection between Europe and India is something personal to me. ആഗോള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം സഹകരണമാണെന്നും സുരക്ഷിതമല്ലാത്ത ലോകത്ത് തങ്ങളുടെ പൗരന്മാരെ സുരക്ഷിതരാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈൻ പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കും ഒറ്റയ്ക്ക് നേടാൻ കഴിയാത്ത വളർച്ച ഇതിലൂടെ കൈവരിക്കാൻ സാധിക്കും. ഇന്ത്യ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ ലോകം കൂടുതൽ സ്ഥിരതയുള്ളതാകുന്നുവെന്നും അതിന്റെ പ്രയോജനം തങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നുവെന്നും ഉർസുല പറഞ്ഞു. India has risen and Europe is truly glad about it. Because when India succeeds, the world is more stable, more prosperous, and more secure. 2007 തുടങ്ങിയ വ്യാപാര കരാർ ചർച്ചകളാണ് 19 വർഷത്തിന് ശേഷം യാഥാർത്ഥ്യമാകുന്നത്. നിലവിൽ ചർച്ചകൾ പൂർത്തിയായെങ്കിലും കരാർ പ്രാബല്യത്തിൽ വരാൻ 6 മാസമെങ്കിലും എടുത്തേക്കും. അന്താരാഷ്ട്ര രംഗത്ത് വലിയ ചർച്ചകളാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ വഴിവെച്ചിരിക്കുന്നത്. അതേസമയം അമേരിക്ക യൂറോപ്യൻ യൂണിയനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യയുമായി കരാർ ഒപ്പുവെച്ചതോടെ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധത്തെ പിന്തുണയ്ക്കുകയാണെന്നാണ് വൈറ്റ് ഹൗസിന്റെ ആരോപണം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിലൂടെ രാജ്യത്തെ എല്ലാ മേഖലകളിലുമുള്ള ആളുകൾക്കും ഗുണം ലഭിക്കും. നയതന്ത്രം, വാണിജ്യം എന്നിവയിലെ ഏറ്റവും നിർണായകമായ ഇടപാടുകളിലൊന്നായി മാറാൻ സാധ്യതയുള്ളതാണ് ഈ വ്യാപാര കരാർ. ഒരു വ്യാപാര കരാർ എന്നതിനപ്പുറം രാജ്യത്തിന്റെ സമൃദ്ധിയുടെ ബ്ലൂ പ്രിന്റാണ് കരാർ എന്നാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് യൂറോപ്പിലേക്കുള്ള കുടിയേറ്റം സുഗമമാക്കുന്നതിനുള്ള ധാരണാപത്രമാണ് കരാറിന്റെ പ്രധാന നേട്ടം. യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിലേക്ക് തൊഴിലിനായി പോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇതോടെ ലളിതമാകും. കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും യൂറോപ്പ് എന്ന വലിയ വിപണി തുറന്നു കിട്ടുകയാണ് ചെയ്യുന്നത്. മൊബിലിറ്റി കരാർ വഴി ഇന്ത്യയിലുള്ള പ്രൊഫഷണലുകൾക്കും IT കമ്പനികൾക്കും യൂറോപ്പിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. ഇന്ത്യയിലെ ഉൽപ്പാദന സേവന മേഖലകൾക്ക് കരാർ കരുത്തു പകരും. ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് കരാർ. ഏറ്റവും വലിയ മാറ്റം വരിക രാജ്യത്തെ പ്രീമിയം കാർ വിപണിയിലാണ്. കാറുകളുടെ താരിഫ് ക്രമേണ 110% നിന്ന് 10% കുറയും. യൂറോപ്പിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഏകദേശം 97%നും താരിഫ് കുറയ്ക്കുന്നതിനോ ഒഴിവാക്കുന്നതിനോ കരാറിലൂടെ കഴിയുമെന്നാണ് സൂചന. ഓട്ടോമൊബൈൽ, വ്യാവസായിക ഉൽപ്പന്നങ്ങൾ, യന്ത്രസാമഗ്രികൾ, രാസവസ്തുക്കൾ, വിമാനങ്ങൾ, ഭക്ഷ്യപാനീയ മേഖലകൾ എന്നിവയ്ക്കൊക്കെ നേട്ടമുണ്ടാകും. ഇന്ത്യയിലെ ആശുപത്രികൾക്കും അനുബന്ധ കേന്ദ്രങ്ങൾക്കും ഗുണകരമാകുന്ന രീതിയിലുള്ള ഇളവുകളാണ് ലഭിക്കുക. മെഡിക്കൽ ഉപകരണങ്ങൾ, ഫാർമ എന്നിവയ്ക്കും നികുതി ഇളവുകൾ ഉണ്ടാകും. 2030 വരെ നീണ്ടുന്ന വിവിധ മേഖലകളിലെ സഹകരണ അജണ്ടയും ഇതോടൊപ്പം കൈമാറിയിട്ടുണ്ട്. ഗ്രീൻ ഹൈഡ്രജൻ ടാസ്ക് ഫോഴ്സിലും സഹകരണം ഉറപ്പാക്കുന്നതാണ് കരാർ. വ്യാപാരത്തിനപ്പുറം പ്രതിരോധ മേഖലയിലെ സഹകരണവും ശക്തമാക്കാൻ ധാരണയായിട്ടുണ്ട്. സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ് പാർട്ട്ണർഷിപ്പാണ് എടുത്തു പറയാവുന്ന മറ്റൊരു നേട്ടം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.
നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കുകയാണ് കോൺഗ്രസ്. MP-മാർ മത്സരിക്കേണ്ട എന്ന് തീരുമാനിക്കുമ്പോഴും ഇത്തവണ ജയിച്ച ചില കൗൺസിലർമാർക്ക് ഇളവ് നൽകാനാണ് ധാരണ. തിരുവനന്തപുരം കവടിയാറിൽ നിന്ന് ജയിച്ച ശബരിനാഥൻ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. വട്ടിയൂർക്കാവിൽ K. മുരളീധരൻ മത്സരിക്കും. MM ഹസൻ അരുവിക്കരയിൽ എന്നാണ് സൂചന. പാലക്കാടും തൃപ്പൂണിത്തുറയും ഒഴികെ 19 ഇടങ്ങളിൽ സിറ്റിംഗ് MLA-മാർ മത്സരിക്കാനാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, കോൺഗ്രസിന് ഇത്തവണ നിയമസഭ പിടിച്ചേ മതിയാകും. ജയത്തിനായി നിർണായക തീരുമാനങ്ങളിലേക്ക് തന്നെയല്ലേ പാർട്ടി കടക്കുന്നത്? ശ്രീജ, ഒന്നാം ഘട്ട സീറ്റ് നിർണയ ചർച്ചകളാണ് ഇപ്പോൾ കോൺഗ്രസിൽ പൂർത്തിയായിരിക്കുന്നത്. അതായത് നിലവിൽ കോൺഗ്രസിന് 21 സിറ്റിംഗ് MLA-മാരാണുള്ളത്. ഇതിൽ 2 പേരുടെ മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി 19 ഇടങ്ങളിലും സിറ്റിംഗ് MLA-മാർ തന്നെ മത്സരിക്കും. തൃപ്പൂണിത്തുറ K. ബാബു, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം ഇത്തവണ മത്സരിക്കുകയില്ല. പാലക്കാട്ടും സ്ഥാനാർത്ഥി ഉണ്ടാവുക. പാലക്കാട് സിറ്റിംഗ് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും കോൺഗ്രസ് നിന്ന് പുറത്തായ സാഹചര്യത്തിൽ തൃപ്പൂണിത്തുറയും പാലക്കാടും ഒഴികെ ബാക്കി 19 ഇടങ്ങളിൽ സിറ്റിംഗ് MLA-മാർ തന്നെ മത്സരിക്കാൻ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. MP-മാർ ആരും തന്നെ മത്സരിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ സമിതിയിൽ ഭൂരിപക്ഷ അഭിപ്രായം ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ MP-മാർ ആരും തന്നെ മത്സരരംഗത്തുണ്ടാകില്ല എന്ന് തീരുമാനമായിരിക്കുകയാണ്. ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഫെബ്രുവരി 2-ാം വാരത്തോടെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഫെബ്രുവരി 2-ാം വാരത്തിൽ ഈ 19 MLA-മാരുടെ പ്രഖ്യാപനവും സിറ്റിംഗ് MLA-മാരുടെ പ്രഖ്യാപനവും അതോടൊപ്പം തന്നെ വിജയ സാധ്യത ഇല്ലാത്ത മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകും. അതായത് പരമ്പരാഗതമായി LDF സ്ഥാനാർത്ഥികൾ സ്ഥിരമായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലങ്ങൾ കേരളത്തിൽ ഏറെക്കുറെ 20-ൽ താഴെ മണ്ഡലങ്ങൾ അങ്ങനെ ഉണ്ട് എന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ആ മണ്ഡലങ്ങൾ വിജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെയും ഒപ്പം തന്നെ സിറ്റിംഗ് MLA-മാരായി 19 പേരുടെയും പ്രഖ്യാപനം ഒന്നാം ഘട്ടത്തിൽ ഫെബ്രുവരി 2-ാം വാരത്തിൽ ഉണ്ടാകുമെന്ന് തീരുമാനമായിരിക്കുകയാണ്. ലോക്കൽ ബോഡി ഇലക്ഷൻ മത്സരിച്ച ചില കൗൺസിലർമാരെ ആരെയും മത്സരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനമുണ്ടെങ്കിലും ചിലർക്ക് ഇളവുകൾ നൽകും. അങ്ങനെയെങ്കിൽ KS ശബരിനാഥ് വീണ്ടും മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ അരുവിക്കരയിലായിരിക്കില്ല KS ശബരിനാഥ് മത്സരിക്കുക. കാരണം ഇക്കുറി കൗൺസിലർ ആയതുകൊണ്ട് നഗരഭാഗത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ അദ്ദേഹം തിരുവനന്തപുരം സെൻട്രലിലൊക്കെ ഉൾപ്പെടെ മണ്ഡലങ്ങളാണ് അദ്ദേഹത്തിന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ KS ശബരിനാഥ് ഇക്കുറി ഉറപ്പായി മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. അതേസമയം മുതിർന്ന നേതാക്കൾ പലരുടെ പേരുകളൊക്കെ ഉയർന്നു വന്നിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MM ഹസൻ, അതുപോലെ VM സുധീരൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഉയർന്നു വന്നെങ്കിലും ഇതിൽ VM സുധീരൻ മത്സരിക്കില്ല എന്ന നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ MM ഹസൻ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം അരുവിക്കര മത്സരിക്കാനാണ് സാധ്യത. അത്തരം ചർച്ചകളിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. എന്തായാലും സ്ഥാനാർത്ഥികളുടെ നിർണയ ചർച്ചകളുടെ ഒന്നാം ഘട്ടമാണ് പൂർത്തിയായിരിക്കുന്നത്. മറ്റു മണ്ഡലങ്ങൾ ബാക്കി കോൺഗ്രസ് മത്സരിക്കുന്നത് 93 ഇടങ്ങളിലാണ്. ഈ 19 സിറ്റിംഗ് MLA-മാരുടെ ഒഴികെയുള്ള മറ്റു മണ്ഡലങ്ങളിൽ അതാത് ജില്ലാ നേതൃത്വവുമായി ചർച്ച നടത്തിയാകും തീരുമാനമെടുക്കുക. DCC പ്രസിഡന്റുമാർ, ആ ജില്ലകളിലെ MLA-മാർ, MP-മാർ ഈ ഉള്ളവരുമായി ചർച്ച നടത്താനായി KPCC അധ്യക്ഷനെയും VD സതീശനെയും ചുമതലപ്പെടുത്തിയാണ് ഇന്നത്തെ ഈ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും എത്രയും വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് പൂർത്തിയാക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നത്. ശ്രീജ, ശരി അൻഫിൽട്ട. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കുകയാണ് കോൺഗ്രസ്. ഒന്നാം ഘട്ട ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അപ്പോഴും നിർണായകമായ തീരുമാനങ്ങൾ ചർച്ചകളിൽ ഉണ്ടാകുന്നു. വിവരങ്ങളുമായി പങ്കുചേരുകയായിരുന്നു അൻഫിലിറ്റ് ഡിസൂസ. CPM-ലേക്ക് എത്തിക്കാനുള്ള ചർച്ച ദുബായിൽ നടന്നു എന്ന വാർത്ത തള്ളുകയാണ് ശശി തരൂർ. ആരോപണം മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ്. പറയാനുള്ളത് പാർട്ടി നേതൃത്വത്തോട് പറയും. അതിനുള്ള അവസരം വരുമെന്നാണ് വിശ്വാസം. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാത്തത് അവിടെ ഇല്ലാത്തത് കൊണ്ടാണെന്നും ഈ വിഷയത്തിൽ കൂടുതൽ പറയാനില്ലെന്നും തരൂർ പ്രതികരിച്ചു. കാര്യം ഇത് ഈ മാധ്യമങ്ങൾ നിങ്ങളുടെ ഹിന്ദിയിൽ പറയുമ്പോൾ റോസി റോട്ടിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും എന്നാണ് മനസ്സിലാക്കിയത്. ഞാൻ പറയാനുള്ള വിഷയങ്ങളൊക്കെ എന്റെ പാർട്ടി നേതൃത്വത്തോടെ നേരിട്ട് പറയുള്ളൂ. അതിന്റെ അവസരം വരും എനിക്കൊരു സംശയമില്ല. പാർലമെന്റ് സമയത്തോടെ എല്ലാവരും ഉണ്ടല്ലോ. മാധ്യമക്കാരുടെ മുമ്പിലാണ് അവർക്ക് അവരോട് പറഞ്ഞു. ചർച്ച നടത്തിയെന്ന വാർത്ത MA യൂസഫ് അലിയും നിഷേധിച്ചു. പത്രക്കാർ ഗോസിപ്പുകൾ നടത്തരുത് എന്ന് പറയുകയായിരുന്നു ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ഗവൺമെൻറ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്ലൈറ്റിൽ ഡാവോസിൽ നിന്ന് സൂറിച്ചിൽ വന്നു. ഒരു ദിവസം അവിടുത്തെ ഫുൾ മീറ്റിംഗ് കഴിഞ്ഞു. പിറ്റേ ദിവസം എൻ്റെ ഫ്ലൈറ്റ് വന്ന് ഇവിടെ എത്തുന്നതിന് മുമ്പ് പറഞ്ഞ യൂസഫ് അലി എന്നാണ് ശശി തരൂർ. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഇപ്രാവശ്യം. അദ്ദേഹം കഴിഞ്ഞ 6 മാസം മുമ്പ് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ അനാവശ്യമായ ഗോസിപ്പുകൾ ഇവിടെ ഈ ഗൾഫിലുള്ള പത്രക്കാർ ചെയ്യരുത്.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുമ്പോൾ ഹൈക്കോടതി അന്വേഷണ സംഘത്തോട് ഇന്ന് ചോദിച്ചു, കുറ്റപത്രം സമർപ്പിക്കാൻ എന്തിത്ര വൈകുന്നു എന്ന്. ജനങ്ങൾക്ക് അന്വേഷണത്തിൽ സംശയമുണ്ടാകുമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. എന്നാൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് കടമ്പകളേറെയുണ്ട് എന്നാണ് SITയുടെ വിശദീകരണം. അറസ്റ്റ് ചോദ്യം ചെയ്ത് പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജി പരിഗണിച്ചപ്പോഴാണ് ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. എന്തായാലും റിമാൻഡ് 90 ദിവസം പിന്നിട്ടാൽ ജാമ്യ ഹർജി സമർപ്പിക്കാൻ A. പത്മകുമാറും ഒരുങ്ങുകയാണ്. നിലവിൽ 14 ദിവസത്തേക്ക് പത്മകുമാറിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നടത്തിയിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘം സമയബന്ധിതമായി കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് പ്രതികളെല്ലാം സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങുന്നു. സ്വാധീന ശക്തിയുള്ള പ്രതികൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അന്വേഷണം അട്ടിമറിക്കും എന്നുള്ളതിൽ സംശയമില്ല. എന്തുകൊണ്ടാണ് ഒരു പ്രാഥമിക കുറ്റപത്രം പോലും ഫയൽ ചെയ്യാത്തതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനോട് ഹൈക്കോടതി ചോദിക്കുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഡിവിഷൻ ബെഞ്ചിനെ പ്രത്യേക അന്വേഷണ സംഘം തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. സാധാരണ ജനങ്ങൾ പോലും ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഇന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തിനെ വിമർശിച്ചത്. എന്തുകൊണ്ട് ഒരു പ്രാഥമിക കുറ്റപത്രം പോലും അന്വേഷണ സംഘത്തിന് ഫയൽ ചെയ്യാൻ പറ്റുന്നില്ല? അതുകൊണ്ട് തന്നെ 90 ദിവസം കഴിയുമ്പോൾ ഓരോരുത്തരായി ഈ രാഷ്ട്രീയ നേതാക്കൾ, അയ്യപ്പന്റെ മുതൽ കെട്ടവർ എന്ന് ആരോപിക്കപ്പെടുന്നവർ പുറത്തിറങ്ങി പോകുന്നു. മറ്റു വലിയ പ്രതികളെ ഒന്നും കോടതി നിർദ്ദേശിച്ചിട്ട് പോലും ഇവർ അറസ്റ്റ് ചെയ്യുന്നില്ല. സിംഗിൾ ബെഞ്ചിന്റെ കർശനമായ വിമർശനം വന്നപ്പോഴാണ് ഭണ്ഡാരിയെ ഉൾപ്പെടെ അല്ലെങ്കിൽ വിജയകുമാറിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തത്. സിംഗിൾ ബെഞ്ചിന്റെ അതിനിശ്ചിതമായ വിമർശനം വന്നപ്പോഴാണ് അസുഖം അഭിനയിച്ച ആശുപത്രിയിൽ കിടന്ന ശങ്കർദാസിനെ ജയിലിലേക്ക് മാറ്റിയത്. ഇതൊന്നും ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശമല്ല. സിംഗിൾ ബെഞ്ച് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കൊടുത്ത വിമർശനങ്ങളാണ്. ജസ്റ്റിസ് A. ബദറുദ്ദീന്റെ വിമർശനങ്ങൾ കൊണ്ട് തന്നെയാണ് പല പ്രതികളും ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. സ്വമേധയായി ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നതെന്നാണ് ഇതേ ബെഞ്ചിന്റെ പുതിയ വിമർശനം. ഭണ്ഡാരിയുടെ ഒരു കേസ് റദ്ദാക്കാനുള്ള ഹർജി പരിഗണിക്കവെയാണ് സിംഗിൾ ബെഞ്ച് ഇത്തരം വിമർശനങ്ങൾ ഉതിർത്തത്. ഈ സിംഗിൾ ബെഞ്ചിന്റെ വിമർശനങ്ങൾക്കെതിരെ സുപ്രീം കോടതിയിൽ പോയിട്ടും KP ശങ്കർദാസിന് തിരിച്ചടി കിട്ടി. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ മുതൽ കെട്ടത് ആരാണെങ്കിലും അവർ ജയിലിലാവണം എന്നുള്ള സുപ്രീം കോടതി പരാമർശം കൂടി ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട്. ഏതായാലും ജസ്റ്റിസ് ബദറുദ്ദീൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ ജഡ്ജിന്റെ ഒറ്റയാൾ പോരാട്ടമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഗതികേട് കൊണ്ട് അറസ്റ്റുകൾ ചെയ്യേണ്ടി വരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്ന് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നുണ്ടെങ്കിലും ഡിവിഷൻ ബെഞ്ചിനെ പ്രത്യേക അന്വേഷണ സംഘം തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ജസ്റ്റിസ് ബദറുദ്ദീൻ ഉയർത്തിയിട്ടുള്ളത്. ഇതിന്റെ ഉത്തരം ഭരിക്കുന്ന സർക്കാരും പ്രത്യേക അന്വേഷണ സംഘവും ഹൈക്കോടതിക്ക് നൽകിയേ പറ്റൂ. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങാതിരിക്കാൻ പണി 18 നോക്കുകയാണ് പോലീസ്. പോറ്റിക്കെതിരെ പുതിയ കേസുകൾ എടുക്കാനാണ് നീക്കം. തിരുവനന്തപുരത്തെ വിവിധ സ്റ്റേഷനുകളിൽ പോറ്റിക്കെതിരെ നേരത്തെ കിട്ടിയ റിയൽ എസ്റ്റേറ്റ് ചെക്ക് തട്ടിപ്പ് പരാതികളിൽ കേസെടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. സ്വർണം ചെമ്പാക്കിയതിന്റെ രേഖകളും ശാസ്ത്രീയമായി പരിശോധിക്കും. അതേസമയം PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഇനിയും വൈകും. ഇതോടെ മുരാരി ബാബുവിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങും. എന്നാൽ സ്വർണ്ണക്കൊള്ളയിൽ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയാൽ അത് സർക്കാരിനും പോലീസിനും തിരിച്ചടിയാകും എന്നുള്ളതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ പുതിയ കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്തെ വിവിധ സ്റ്റേഷനുകളിൽ പോറ്റിക്കെതിരെ നേരത്തെ പരാതികൾ എത്തിയിരുന്നു. റിയൽ എസ്റ്റേറ്റ് ചെക്ക് തട്ടിപ്പ് പരാതികളിൽ കേസെടുത്ത് സ്വർണ്ണക്കൊള്ള കേസിൽ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് തടയാനാണ് പോലീസിന്റെ തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്വർണം ചെമ്പാക്കിയതിന്റെ രേഖകളുടെ ശാസ്ത്രീയ പരിശോധന നടക്കും. മിനിറ്റ്സ് തിരുത്തിയത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ എന്ന് ഉറപ്പിക്കാനായി കൈയക്ഷരം പരിശോധിക്കും. ഇതിനായി കൈയക്ഷര സാമ്പിൾ ശേഖരിച്ചു. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ PS പ്രശാന്തിനെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തു. ഈ മാസം 24-ന് തിരുവനന്തപുരത്തെ SITയുടെ ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനായിരുന്നു ചോദ്യം ചെയ്യൽ. ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് വിവരം. സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബുവിന് ED ഇന്ന് സമൻസ് നൽകിയേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കേസിലെ പ്രതികൾ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലെ വിവരങ്ങൾ തേടുന്നതിനാണ് ED ചോദ്യം ചെയ്യൽ. സാക്ഷികളുടെയും പ്രതികളുടെയും പകർപ്പുകൾ പ്രത്യേക അന്വേഷണ സംഘം EDക്ക് കൈമാറും. മൊഴിപ്പകർപ്പ് ആവശ്യപ്പെട്ട് ED നേരത്തെ SITക്ക് കത്ത് നൽകിയിരുന്നു. നൽകാതിരുന്നാൽ നിയമതർക്കമാകും എന്നതിനാലാണ് മൊഴിപ്പകർപ്പ് നൽകാൻ SIT തീരുമാനിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുതിയ ആരോപണം ആന്റണിക്കെതിരെ ഇന്ന് ഉയർന്നു കേട്ടു. ആരോപണവുമായി എത്തിയത് CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു. തന്ത്രി കണ്ഠരര് രാജീവര് പണം നിക്ഷേപിച്ച തിരുവല്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ആന്റണി പണം കൈപ്പറ്റിയതായി ഉദയഭാനു ആരോപിക്കുന്നു. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞ ആന്റണി സ്വർണ്ണക്കൊള്ള നടത്തിയവർക്കെതിരെ ആദ്യം പാർട്ടി നടപടിയെടുക്കൂ എന്ന് തിരിച്ചടിച്ചു. ശബരിമല തന്ത്രി 2.5 കോടി രൂപ തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫിനാൻസ് NN രാജുവിൻ്റെ വകയായിട്ടുള്ള ഫൈനാൻസിൽ ഡിപ്പോസിറ്റ് ചെയ്തതായി SIT കണ്ടെത്താൻ കഴിഞ്ഞു. ഈ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ആന്റണി MP 2.5 കോടി രൂപ എടുത്തതായി പൊതുവെ നാട്ടിൽ അഭിപ്രായമുണ്ട്. ഈ തന്ത്രിയുമായും ആന്റണിക്കുള്ള സാമ്പത്തിക ബന്ധത്തെക്കുറിച്ചും SIT അന്വേഷിക്കണം. ശബരിമലയിൽ കൊള്ള നടത്തിയ കൊള്ളക്കാർക്ക്, ജയിലിൽ കിടക്കുന്ന കൊള്ളക്കാർക്കെതിരെ പോലും കുറ്റകൃത്യം സമർപ്പിക്കാനോ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാനോ തയ്യാറാകാതെ ഈ കുറ്റക്കാർ രക്ഷപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു പാർട്ടിയും ഗവൺമെൻറ്റുമാണ് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇതിനൊക്കെ മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ ചെയ്യേണ്ടത് അവർ നാട്ടിൽ കേൾക്കുന്നൊന്നല്ല, അവർ ചെയ്യേണ്ടത് നാട്ടുകാരുടെ കൺമുമ്പിലാണ്, ജനത്തിൻ്റെ കൺമുമ്പിലാണ് ഈ കൊള്ളക്കാരൊക്കെ സംരക്ഷിക്കപ്പെടുന്നതും അവരെ പാർട്ടിയിൽ സംരക്ഷിക്കുന്നതും. ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രം ഉയർത്തി സഭ ഇനി തടസ്സപ്പെടുത്തേണ്ട എന്ന നിലപാടിലാണ് UDF. സഭയിൽ പുതുതന്ത്രം പയറ്റുകയാണ് അവർ. സത്യഗ്രഹത്തിലൂടെ പ്രതിഷേധം തുടരും. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സഭാ കവാടത്തിൽ സത്യഗ്രഹം ഇരിക്കുന്നത് MLA-മാരായ നജീബ് കാന്തപുരവും CR മഹേഷുമാണ്. ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമല്ലേ, അതിനാൽ പ്രതിപക്ഷത്തിന്റെ സമരം കോടതിയോടാണെന്ന് പരിഹസിക്കുകയാണ് മുഖ്യമന്ത്രി. ഈ സമ്മേളന കാലയളവിന്റെ തുടക്കം മുതൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപക്ഷം സഭ പ്രക്ഷുബ്ധമാക്കിയിരുന്നു. എന്നാൽ ഒറ്റ വിഷയത്തിൽ മാത്രം ഒതുങ്ങി സഭ ബഹിഷ്കരിക്കുന്ന നിലപാട് തുടർന്നാൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് സ്വർണ്ണക്കൊള്ളയിൽ സത്യഗ്രഹ സമരം ആരംഭിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. ഇന്ന് സഭാ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം അറിയിച്ചു. ഞങ്ങളുടെ 2 അംഗങ്ങൾ CR മഹേഷും നജീബ് കാന്തപുരവും ഇന്ന് സഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുകയാണെന്നുള്ള വിവരം അങ്ങേ അറിയിക്കുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്ന വിഷയത്തിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത് കോടതിയോടുള്ള സമരമാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു സമരമായിട്ടല്ല വരിക, യഥാർത്ഥത്തിൽ ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമാണിത്. ഹൈക്കോടതിയാണ് SITയുടെ കാര്യങ്ങൾ നോക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതും. പ്രതിപക്ഷ നിരയിൽ നിന്ന് നജീബ് കാന്തപുരവും CR മഹേഷുമാണ് സത്യഗ്രഹം ഇരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ സഭയ്ക്കകത്തും പുറത്തും പ്രക്ഷോഭം ശക്തമാക്കാൻ തന്നെയാണ് UDFന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. OTA KTA പാട്ടുപാടി കോൺഗ്രസ് പ്രവർത്തകർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കുക, മുഴുവൻ പ്രതികളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കളക്ടറേറ്റ് മാർച്ചിലും ധർണയിലുമാണ് പാട്ടുപാടി പ്രതിഷേധം നടത്തിയത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. റോട്ടിലിറക്കിയ ഭരണക്കാരൻ ആരപ്പ, അക്രമ ഭരണവും അഴിമതി ശരണവും കാരണഭൂതം അവരപ്പ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധ രീതി മാറ്റിയ പ്രതിപക്ഷം പയ്യന്നൂർ CPM ഫണ്ട് തട്ടിപ്പായിരുന്നു നിയമസഭയിൽ ഇന്ന് ഉയർത്തിക്കാട്ടിയത്. പക്ഷേ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി കൊടുത്തില്ല. വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ല എന്നായിരുന്നു സ്പീക്കറുടെ നിലപാട്. കോൺഗ്രസ് പ്രവർത്തകർക്ക് ക്രൂരമായി പയ്യന്നൂരിൽ മർദ്ദനമേറ്റത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണെന്നും പ്രതിരോധത്തിലായ CPMനെ സ്പീക്കർ രക്ഷിക്കുന്നുവെന്നും പ്രതിപക്ഷം ആഞ്ഞടിച്ചു. സ്വന്തം ജില്ലയിലെ പാർട്ടി പ്രശ്നത്തിൽ മൗനമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഒടുവിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു.
തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ CPM-നെ പ്രതിരോധത്തിലാക്കിയ പയ്യന്നൂർ ഫണ്ട് തട്ടിപ്പ് വിവാദം സഭയിൽ കൊണ്ടുവരാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. രക്തസാക്ഷിത്വ ഫണ്ട് തട്ടിപ്പിൽ MLA TA മധുസൂദനന്റെ രാജി ആവശ്യപ്പെട്ട് നടന്ന സമരത്തിന് നേരെയുണ്ടായ അക്രമ സംഭവങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ഇരിക്കൂർ MLA സജീവ് ജോസഫാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ സഭയിൽ ചർച്ച ചെയ്യാൻ മാത്രം വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ ആദ്യ സബ്മിഷനായി വിഷയം ഉന്നയിക്കാമെന്നും സ്പീക്കർ നിലപാടെടുത്തു. എനിക്ക് മൈക്ക് തരാൻ അങ്ങനെ ടീമിനെ ഇരുത്തിക്ക്. അതൊക്കെ എനിക്ക് മൈക്ക് തരില്ലെന്നൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അങ്ങയുടെ ഭാഗം തന്നെ എഴുന്നേറ്റ് ബഹളം ഉണ്ടാക്കുമ്പോൾ ശരിയാണ്. അങ്ങ് ചെയറിലിരുന്നുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത്. സ്ത്രീകളടക്കമുള്ള സമരക്കാരെ തല്ലിച്ചതച്ച CPM-ന്റെ അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്നും വിഷയത്തിന് അതീവ പ്രാധാന്യമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇവിടേക്ക് മാർച്ച് നടക്കുന്ന ആളുകളെ പുറകിൽ നിന്ന് വന്ന് സ്ത്രീകളടക്കമുള്ള ആളുകളെ കുറുവടികളുമായി ആക്രമിച്ച് നിരവധി പേര് ആശുപത്രിയിൽ കിടക്കുകയും ഇവരെയെല്ലാം കൊന്നൊടുക്കുമെന്ന് CPM നേതാക്കൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഗൗരവതരമായ ഒരു വിഷയം ഈ സഭയിലല്ലാതെ പിന്നെ എവിടെ പോയി പറയും? ഈ സഭ സമർപ്പിക്കുമ്പോൾ അന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് പ്രൊവിഷന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനകത്ത് അടിയന്തര പ്രാധാന്യം എന്ന് പറഞ്ഞത്? അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല എന്ന് പറഞ്ഞു. ശ്രീ ശ്രദ്ധ ക്ഷണിക്കൽ. നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. സ്പീക്കറുടെ ഡയസിന് ചുറ്റും നിന്ന് മുദ്രാവാക്യം വിളിച്ചു. ബഹളത്തിനിടയിലും ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ തുടർന്ന് സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തിറങ്ങി. പുറത്തുവരുന്നത് CPM-ന്റെ ജീർണതയുടെ മുഖമെന്നും സ്വന്തം നാട്ടിൽ നടക്കുന്ന ക്രൂരതകൾ കണ്ടിട്ടും മൗനം തുടരുന്ന മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രിയായി തുടരാൻ യോഗ്യതയില്ലെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. പോലീസ് ജീപ്പിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞവരെ സംരക്ഷിക്കുന്ന നിങ്ങൾക്ക് ആഭ്യന്തരമന്ത്രിയുടെ കസേരയിലിരിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? അതേസമയം പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് സഭയിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച നടന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുള്ള ലോക് ഭവന്റെ കത്തിന് മറുപടി നൽകില്ല എന്ന് അറിയിക്കുകയാണ് സ്പീക്കർ AN ഷംസീർ. കത്ത് ലോക് ഭവൻ ആദ്യം നൽകിയത് മാധ്യമങ്ങൾക്കാണ്. അതിന്റെ പകർപ്പാണ് തനിക്ക് ലഭിച്ചത് എന്നാണ് ഗവർണറുടെ പരാതി. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രത്തിനെതിരായ കടുത്ത വിമർശനങ്ങൾ ഗവർണർ വായിക്കാതിരിക്കുകയും മുഖ്യമന്ത്രി പിന്നീട് സഭയിൽ ചൂണ്ടിക്കാട്ടിയതുമൊക്കെ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് ലോക് ഭവൻ സ്പീക്കർക്ക് കത്ത് നൽകിയത്. കേന്ദ്രത്തിനെതിരായ കടുത്ത ചില വിമർശനങ്ങൾ ഒഴിവാക്കിയും ചിലത് കൂട്ടിച്ചേർത്തുമുള്ള ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവും തുടർന്ന് ഒഴിവാക്കിയ ഭാഗങ്ങൾ മുഖ്യമന്ത്രി സഭയിൽ വായിച്ചതും വിവാദമായിരുന്നു. മന്ത്രിസഭ അംഗീകരിച്ച് എഴുതി നൽകിയ നയപ്രഖ്യാപനം മാത്രം ഔദ്യോഗിക രേഖയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അവാസ്തവമായ കാര്യങ്ങളാണ് വായിക്കാതെ ഒഴിവാക്കിയതെന്ന് ലോക് ഭവൻ വിശദീകരിച്ചെങ്കിലും മുഖ്യമന്ത്രി സഭയിൽ ആ ഭാഗങ്ങൾ വായിച്ചതിൽ ഗവർണർ അതൃപ്തിയിലായിരുന്നു. ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ലോക് ഭവൻ സ്പീക്കർക്ക് കത്ത് നൽകിയത്. എന്നാൽ ആ കത്ത് നൽകിയ രീതിയെ വിമർശിച്ചാണ് സ്പീക്കർ രംഗത്ത് വന്നത്. സാധാരണ നിലയിൽ ഒരു ഗവർണർ സ്പീക്കർക്ക് കത്തയക്കുമ്പോൾ ആ കത്ത് സ്പീക്കർക്കാണ് ആദ്യം ലഭിക്കേണ്ടത്. പക്ഷേ കത്ത് കോപ്പിയുടെ നിങ്ങൾക്ക് ലഭിച്ചത്. കാരണം നിങ്ങൾക്ക് ലഭിച്ച വിഷയം നിങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഒരു ശരിയാണോ? നിങ്ങൾ ഗവർണർ ഓഫീസ് പരിശോധിക്കും. ഗവർണർ അങ്ങനെ ചെയ്തെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഓഫീസ് പരിശോധിക്കേണ്ട കാര്യമാണ്. ആ കത്തിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ഹൈലി കോൺഫിഡൻഷ്യൽ എന്നാണ്. അതാണ് അതിന്റെ വിരോധാഭാസം. പക്ഷെ അതിൽ ഹൈലി കോൺഫിഡൻഷ്യലായ ഒരു വിവരമില്ല. കാരണം അതൊക്കെ ജനം അറിഞ്ഞ കാര്യമാണ്. ഞങ്ങൾക്ക് ലഭിച്ചത് കോപ്പിയാണ്. നയപ്രഖ്യാപനത്തിലെ സംഭവ വികാസങ്ങളിൽ ഗവർണർ ഇടപെടൽ നടത്തിയ സാഹചര്യത്തിൽ തുടർ നടപടി എന്താകുമെന്നാണ് അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട VK നിഷാദ് പരോൾ ചട്ടം ലംഘിച്ച് CPM പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തതായി പരാതി. ജയിലിൽ കഴിയുന്ന നിഷാദ് അടിയന്തര പരോളിലാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്. പരോൾ കാലത്ത് ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കരുത് എന്നാണ് ചട്ടം. ഇത് ലംഘിച്ചുകൊണ്ടാണ് നിഷാദ് പയ്യന്നൂരിൽ ഇന്നലെ V കുഞ്ഞികൃഷ്ണനെതിരെ നടന്ന CPM പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. പിതാവിന് അസുഖമെന്ന് പറഞ്ഞാണ് നിഷാദ് അടിയന്തര പരോൾ നേടിയത്. ഇന്നലെ പ്രകടനം പൂർത്തിയാക്കിയ ശേഷം നിഷാദ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തിരിച്ചു കയറുകയും ചെയ്തു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. തുടർച്ചയായി 9ാം വർഷത്തെ ബജറ്റ് ഞായറാഴ്ച അവതരിപ്പിക്കാനൊരുങ്ങുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബജറ്റിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നറിയാൻ നാളെ ഇന്ത്യ സഖ്യം യോഗം ചേരുന്നുണ്ട്. സമ്മേളനം സുഗമമാക്കാൻ പിന്തുണ തേടി കേന്ദ്ര സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം ചേർന്നിരുന്നു. ഏപ്രിൽ 2 വരെ നീളുന്നതാണ് സമ്മേളന കാലയളവ്. സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി 13 അവസാനിക്കും.
ഞായറാഴ്ചയാണ് കേന്ദ്ര ബജറ്റ്. മാർച്ച് 9 മുതലാണ് രണ്ടാം ഘട്ടം. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ മറ്റന്നാൾ ചീഫ് ഇക്കണോമിക് അഡ്വൈസർ വി അനന്തനാഗേശ്വരൻ സമർപ്പിക്കും. ഞായറാഴ്ചയാണെങ്കിലും ധനമന്ത്രി നിർമ്മല സീതാരാമൻ 9ാമത്തെ ബജറ്റ് ഫെബ്രുവരി 1-ാം തീയതി തന്നെ അവതരിപ്പിക്കും. അതേസമയം സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു. സമ്മേളനം സുഗമമായി നടത്താനുള്ള പിന്തുണ തേടിയാണ് യോഗം വിളിച്ചത്. വരാനിരിക്കുന്ന ബജറ്റ് സമ്മേളനത്തിൽ SIR-നെ കുറിച്ച് കൂടുതൽ ചർച്ച നടത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സഭാ സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ തൊഴിലുറപ്പ് ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കേന്ദ്ര സർക്കാർ ഭരണഘടനാപരമായി ഉറപ്പു നൽകിയ അവകാശങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്നും ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തിയെന്നും കോൺഗ്രസ് ആരോപിച്ചു. അതേസമയം കേന്ദ്രവിഹിതം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് സംസ്ഥാനങ്ങൾ. 2027 സാമ്പത്തിക വർഷം മുതൽ ഇന്ത്യയുടെ കടം GDP അനുപാതം കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരിക്കും ഇത്തവണത്തെ ബജറ്റ്. വർദ്ധിച്ചുവരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ കണക്കിലെടുത്ത് ഉയർന്ന പ്രതിരോധ ബജറ്റാകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്ന 8ാം ശമ്പള കമ്മീഷന്റെ വ്യവസ്ഥ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം, MSMEകൾക്കും രത്നങ്ങളും ആഭരണങ്ങളും വസ്ത്രങ്ങളും തുകലും പോലുള്ള താരിഫ് സെൻസിറ്റീവ് മേഖലകൾക്കും പ്രോത്സാഹനങ്ങൾ, ലിഥിയം, കൊബാൾട്ട്, അപൂർവ ഭൂമികാന്തങ്ങൾ തുടങ്ങിയ നിർണായക ധാതുക്കളുടെ പര്യവേക്ഷണത്തിനും സംസ്കരണത്തിനുമുള്ള ധനസഹായം എന്നിവയാണ് ബജറ്റിൽ ഊന്നൽ നൽകാൻ സാധ്യത. ന്യൂസ് ഡെസ്ക് അമൃത TV. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിന് ഇനി 2 നാൾ. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ക്ഷേമ പെൻഷൻ വർധനയും ജീവനക്കാരുടെ DA കുടിശ്ശിക വിതരണവും റബ്ബറിന്റെ താങ്ങുവില ഉയർത്തുന്നതുമൊക്കെ പരിഗണനയിലാണ്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വോട്ടർമാരെ തൃപ്തിപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങൾ നടത്തുക എന്നത് സർക്കാരിനെ സംബന്ധിച്ച് വെല്ലുവിളിയുമാണ്. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ ബാക്കി നിൽക്കെയാണ് രണ്ടാം പിണറായി സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ നിന്ന് കരകയറാൻ ബജറ്റിലെ വമ്പൻ പ്രഖ്യാപനങ്ങളിലൂടെ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രി പ്രഖ്യാപനങ്ങൾ വാരിക്കോരി നടത്തിയിട്ടും പക്ഷേ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഉണ്ടായത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനം അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാമൂഹ്യക്ഷേമ പെൻഷൻ 2500 രൂപയായി ഉയർത്തുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം രണ്ടാം പിണറായി സർക്കാർ പടിയിറങ്ങുമ്പോൾ നടപ്പിലാക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അത്രയേറെ ഉയർത്തിയില്ലെങ്കിലും നിലവിലെ 2000 രൂപയിൽ നിന്ന് ചെറിയൊരു വർധനവ് പ്രതീക്ഷിക്കുകയാണ്. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കി ഉയർത്തണമെന്ന ആവശ്യം ശക്തമാണ്. നാളികേരം, നെല്ല് കർഷകർക്കായി പ്രത്യേക സബ്സിഡികളും പാക്കേജുകളും പ്രതീക്ഷിക്കുന്നു. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക വിതരണവും ശമ്പള പരിഷ്കരണ പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് സൂചന. ലൈഫ് മിഷൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലായി വലിയൊരു തുക നീക്കിവെക്കാൻ സാധ്യതയുണ്ട്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ വിപണി ഇടപെടലിനും സബ്സിഡി സാധനങ്ങളുടെ ലഭ്യതയ്ക്കും കൂടുതൽ തുക വകയിരുത്താൻ സാധ്യത. വ്യാവസായിക, വിദ്യാഭ്യാസ, ആരോഗ്യ, IT മേഖലകളിൽ ഊന്നൽ നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കും. അതേസമയം സാമ്പത്തിക ഞെരുക്കവും കേന്ദ്രം വായ്പാ പരിധി വെട്ടിക്കുറച്ചതും സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്നാണ് സർക്കാർ ജനക്ഷേമ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ധനമന്ത്രി KN ബാലഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അവസാന ബജറ്റ് വെല്ലുവിളി നിറഞ്ഞതാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.